ആദരണീയരായ അധ്യക്ഷൻ അവർകളെ, അള്ളാഹുവിൻ്റെ അനുഗ്രഹീതമായ വചനങ്ങൾ കേൾക്കുവാനും അതിൽ നിന്നുള്ള പാഠങ്ങൾ ഉൾക്കൊള്ളുവാനും സമാഗതരായ സഹോദരീ സഹോദരന്മാരെ, അഖില പ്രപഞ്ചത്തിൻ്റെയും ഉടമയായ അള്ളാഹുവിൻ്റെ അളവറ്റ അനുഗ്രഹങ്ങൾ അവൻ്റെ അടിയാറുകളായ നമ്മിലേവരിലും സദാ വർഷിക്കുമാറാകട്ടെ. ജീവിത പ്രാരാബ്ദങ്ങളിൽ അലയുന്ന ഒരുപാട് സഹോദരി സഹോദരന്മാർ നമുക്കിടയിലുണ്ട്. പടച്ച തമ്പുരാൻ അവർക്ക് സുസ്ഥിതിയും രോഗങ്ങളാലും മറ്റ് പ്രയാസങ്ങളാലും ഉലയുന്നവർക്ക് റബ്ബ് സ്വസ്ഥതയും, മാനസിക നൊമ്പരങ്ങൾ അനുഭവിക്കുന്നവർക്ക് ഇമ്പമുള്ള അനുഭവങ്ങളും റബ്ബ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇന്നലകളിൽ വന്നുപോയ തെറ്റുകളെല്ലാം പുറത്തു തന്ന് ഒന്നുപോലും ബാക്കിയാവാതെ റബ്ബ് എല്ലാം പുറത്തു തന്ന് ഖിയാമത്തിൻ്റെ അന്ന് സ്വർഗത്തിൽ ചെന്ന് ചേരുന്നവരിലും റബ്ബ് നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, മക്കൾ, മറ്റുള്ളവർ, അവർക്കെല്ലാം മഗ്ഫിറത്തും മർഹമത്തും നൽകി മന്നാനായ റബ്ബ് അവരുടെ മരണാനന്തര ജീവിതം മനോഹരമാക്കി മാറ്റുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കൾ, അവർക്ക് അല്ലാഹു ദീർഘായുസ്സും ആരോഗ്യവും സമാധാനവും സ്വസ്ഥതയും പ്രദാനം ചെയ്യുമാറാകട്ടെ. അവരുടെ കൺകുളിർമയുള്ള മക്കളായി തീരാൻ അള്ളാഹു നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയ സഹോദരങ്ങളെ, കാലചക്രം അതിവേഗം കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ജീവിത സമയം അതിവേഗം തീർന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, പരിശുദ്ധ ഹജ്ജ് മാസം ദുൽഹജ്ജും പിന്നിട്ട് നമ്മൾ മുഹറമിൽ കാലെടുത്ത് കുത്തിയിരിക്കുകയാണ്. മുഹറം മാസം അള്ളാഹുവിൻ്റെ മാസം എന്നൊരു ഹദീസിൽ കാണുവാൻ കഴിയും. അഫ്ളലു സിയാമി ബഅദ റമളാൻ ഷഹറുല്ലാഹിൽ മുഹറം. അള്ളാഹുവിങ്കൽ റമളാൻ കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായ മാസം അള്ളാഹുവിൻ്റെ മാസമായ റമളാൻ മുഹറമാണ്. അതുകൊണ്ട് തന്നെ എന്ന് മാത്രമല്ല, മുഹറം മാസം എന്നത് കേവലം ഒരു മാസമല്ല, ഒരു പുതുവർഷത്തിലേക്കുള്ള പ്രവേശനം കൂടിയാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇസ്ലാമിക സമൂഹത്തിന് തനതായിട്ടുള്ള ഒരു കലണ്ടറുണ്ട്, ഹിജറ കലണ്ടർ. ആ ഹിജറ കലണ്ടറിനെ കുറിച്ചോ അതുപ്രകാരം പുതുവർഷം പിറക്കുന്നതിനെക്കുറിച്ചോ മുസ്ലിം ഉമ്മത്ത് പോലും ഓർക്കുന്നില്ല എന്ന പരമാർത്ഥം ഈ സന്ദർഭത്തിൽ നമ്മൾ അനുസ്മരിക്കണം. യഥാർത്ഥത്തിൽ ഈ ഉമ്മത്ത് എത്തിപ്പെട്ട പതിതാവസ്ഥയുടെ ഒരു നിദർശനം കൂടിയാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇതുമാത്രമല്ല, ഇസ്ലാമിൻ്റെ പല സവിശേഷതകളും പല പ്രത്യേകതകളും ഓർക്കാതെ പോകുന്ന ഒരു കാലത്താണ് ഞാനും നിങ്ങളും ജീവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് കാണുവാൻ കഴിയും. പ്രിയമുള്ളവരെ, എന്ന് മാത്രമല്ല, ഇസ്ലാമിൻ്റെ ശരിയായ മഹത്വവും പ്രത്യേകതകളും ലോകത്തോട് വിശദീകരിക്കേണ്ട പണ്ഡിതന്മാർ പോലും അവരുടെ പല സാഹചര്യങ്ങൾക്കും അവസരങ്ങൾക്കും വേണ്ടി ശത്രുക്കളോടൊപ്പം കൂടി നിന്ന് അതിനെ എതിർക്കുന്ന കാഴ്ചയും പലപ്പോഴും നമുക്ക് കാണാൻ കഴിയുന്നതാണ്. നമുക്കറിയാം, ഒരു ജീവിത വ്യവസ്ഥ എന്ന നിലക്ക് ഇസ്ലാം ജീവിതത്തിൻ്റെ എല്ലാ വശങ്ങളെക്കുറിച്ചും അതിൽ പ്രതിപാദിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഭരണത്തെക്കുറിച്ചും രാഷ്ട്രീയത്തെക്കുറിച്ചും സാമൂഹിക ജീവിതത്തെക്കുറിച്ചും അതിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. പക്ഷെ എന്ന് മാത്രമല്ല, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ മദീനയുടെ ഭരണാധികാരിയായി നമുക്ക് മുമ്പിൽ മാതൃക കാണിച്ചിട്ടുണ്ട്. അന്ന് മാത്രവുമല്ല,
നാല് സച്ചരിതരായ ഖലീഫമാർ ചരിത്രത്തിൽ തുല്യതയില്ലാത്ത മാതൃകകൾ കാണിച്ചുകൊണ്ടാണ്, അവർ ഭരണ മാതൃകകൾ കാഴ്ചവെച്ചുകൊണ്ടാണ് അവരുടെ ഭരണം നടത്തിയത് എന്ന് നമുക്കറിയാം. ഇതൊക്കെ വേണമെങ്കിൽ പാതിരാവാളുകളിൽ നീട്ടിപ്പറഞ്ഞും അതുപോലെ തന്നെ പാടിപ്പറഞ്ഞും ആ അപദാനങ്ങൾ വാഴ്ത്തുന്ന ആളുകൾ, ഈ ഖലീഫമാരെ കുറിച്ച് ചർവിത ചർവണം നടത്തുന്ന ആളുകൾ തന്നെ സമൂഹത്തിന്റെ പൊതുമണ്ഡലത്തിലെത്തുമ്പോൾ ഇസ്ലാമിന്റെ ഈ ജീവിത വീക്ഷണത്തെക്കുറിച്ച് ജനങ്ങളോട് സംസാരിക്കുകയില്ല എന്ന് മാത്രമല്ല, ശാന്തമായി ഇത്തരം വിഷയങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്ന പ്രസ്ഥാനങ്ങളെ പിന്നിൽ നിന്ന് കുത്തുകയും ഒറ്റപ്പെടുത്തുകയും കുറ്റപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് ശത്രുക്കളോട് ഐക്യപ്പെടുന്നതാണ് പലപ്പോഴും നമുക്ക് കാണാൻ കഴിയുന്നത്. ഞാൻ കൂട്ടി പറഞ്ഞു വരുന്നത്, ഇസ്ലാമിൻ്റെ ഒരു കലണ്ടർ, ഹിജറ കലണ്ടർ, അതൊരു സമൂഹത്തിൻ്റെ സ്വതസിദ്ധമായ അല്ലെങ്കിൽ അവരുടെ തനതായ ഒരു കലണ്ടറാണെന്ന ഓർമ്മ പോലും നമുക്ക് നഷ്ടപ്പെട്ടു പോയതിനെക്കുറിച്ച് ഞാൻ സൂചിപ്പിച്ചതാണ്. എന്ന് മാത്രമല്ല, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആഗതനായത് മറ്റ് വ്യവസ്ഥിതികൾക്ക് കീഴിൽ അവരനുവദിക്കുന്ന സുഖങ്ങളും സൗകര്യങ്ങളും അല്ലെങ്കിൽ താൽക്കാലികമായ അല്ലെങ്കിൽ പരിമിതമായ സ്വാതന്ത്ര്യത്തോടു കൂടി ജീവിക്കുന്ന ഒരു ദുർബല മുസ്ലിം സമൂഹത്തെ സൃഷ്ടിക്കാനല്ല. അള്ളാഹുവിൻ്റെ റസൂൽ ആഗതമായത് മറ്റ് വ്യവസ്ഥിതികൾക്ക് കീഴിൽ അവരനുവദിച്ചു തരുന്ന പരിമിതമായ സ്വാതന്ത്ര്യത്തിൽ ജീവിക്കാൻ പറ്റുന്ന ഒരു ദുർബല സമൂഹത്തെ സൃഷ്ടിക്കാനല്ല. പരിശുദ്ധ ഖുർആനാണ് പറയുന്നത്, ഹുവല്ലദീ അർസല റസൂലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ. അല്ലാഹുവാണ് ഈ പ്രവാചകനെ പറഞ്ഞയച്ചത് മറ്റ് വ്യവസ്ഥിതികൾക്കുമേൽ അല്ലാഹുവിൻ്റെ ദീൻ ഉയർന്നു നിൽക്കാൻ വേണ്ടി, അതിനെ ഉയർത്തി നിർത്താൻ വേണ്ടി, അതിൽ മേൽ കൈകേറാൻ വേണ്ടി അല്ലാഹുവാണ് ഈ പ്രവാചകനെ പറഞ്ഞയച്ചത് എന്ന് വളരെ കൃത്യമായിട്ടാണ് ഖുർആൻ നമ്മുടെ മുമ്പിൽ വിശദീകരിക്കുന്നത്. മാത്രമല്ല, 23 വർഷം കാലം കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ചതും അതേ ദൗത്യമാണ് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. നീണ്ട 23 വർഷക്കാലത്തെ നിരന്തരമായ പരിശ്രമത്തിലൂടെ നമുക്ക് കാണാൻ കഴിയും, അക്കാലത്ത് സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യമായിരുന്ന കിസ്റയെയും കൈസറിനെയും റോമയെയും നമുക്കറിയാം വിറപ്പിച്ചുകൊണ്ട് ഇസ്ലാമിന്റെ പ്രകാശം കിഴക്കും പടിഞ്ഞാറും പരത്തിക്കൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂൽ കാലയവനികക്കുള്ളിൽ മറഞ്ഞത്, വഫാത്തായി പോയത് എന്ന് കാണാൻ കഴിയും. ആ നീണ്ട പ്രവാചകന്റെ പ്രവർത്തന കാലത്തെക്കുറിച്ചും ചരിത്രത്തെക്കുറിച്ചും പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാഴ്ച, യഥാർത്ഥത്തിൽ ആ പ്രവാചകൻ ഏതെങ്കിലും ആരാധനകളിൽ പരിമിതമായ ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളിലും പരിമിതമായ പൂജാ പാട്ടുകളുടെ അല്ലെങ്കിൽ ആത്മീയ അതിർത്തിക്കുള്ളിൽ വട്ടം കറങ്ങി ജീവിതം തീർക്കുന്ന ഒരു സമൂഹത്തെ സൃഷ്ടിക്കാനായിരുന്നില്ല എന്ന് വളരെ വ്യക്തമാണ്. എന്ന് മാത്രമല്ല, മറിച്ച് ആ പ്രവാചകൻ ശ്രമിച്ചത് മുഴുവൻ ജീവിതവും അള്ളാഹുവിന് സമർപ്പിക്കുന്ന, ആ ദീനിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന, അതിനു വേണ്ടി വരുന്ന എല്ലാ എതിർപ്പുകളെയും മറികടക്കുന്ന ആദർശധീരരായ ഒരു സംഘത്തെ സൃഷ്ടിച്ചെടുത്തുകൊണ്ട് ലോകത്തിന് വെളിച്ചം പകരാനാണ് അള്ളാഹുവിന്റെ റസൂൽ 23 വർഷവും ചെലവഴിച്ചത് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. പ്രിയമുള്ള സഹോദരൻ, ഇത് പറഞ്ഞു വരുന്നത് ആ മഹത്തായ പ്രയാണത്തിലെ ഒരു ഏട് മാത്രമാണ് ഹിജറ. ഹിജറയെ മാത്രം മാറ്റിവെച്ചുകൊണ്ട് പരിശോധിക്കുന്നതിൽ അർത്ഥവുമില്ല. ഒരു നീണ്ട പ്രയാണത്തിലെ ഒരു ടേണിംഗ് പോയിന്റ് മാത്രമാണ് യഥാർത്ഥത്തിൽ ഹിജറ എന്ന് നമുക്ക് കാണുവാൻ കഴിയും. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യത്തെ നീണ്ട 10 വർഷക്കാലം ആ സമൂഹത്തിനിടയിൽ പണിയെടുത്തിട്ടും പ്രവാചകൻ ഒരുപാട് ലഭിച്ചത് എതിരാളികൾ മാത്രമാണ്, അനുയായികളായിരുന്നില്ല. വളരെ കുറഞ്ഞേ ലഭിച്ചുള്ളൂ. അങ്ങനെയാണ് അല്ലാഹുവിന്റെ റസൂൽ ഹിജറയുടെ 10ാമത്തെ വർഷം 100,000 പ്രതീക്ഷയുമായി തായിഫിൽ ജീവിക്കുന്ന, തായിഫിൽ താമസിക്കുന്ന തൻ്റെ ബന്ധുക്കളുടെ സമീപത്തേക്ക് ചെന്നാൽ
ഒരു പുതിയ വഴിയുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ തായിഫിലേക്ക് പോകുന്നത് ചരിത്രം നിങ്ങൾക്കൊക്കെയും അറിയുന്നതാണ്, ഞാൻ ആവർത്തിക്കുന്നില്ല. പ്രതീക്ഷിച്ചതല്ല സംഭവിച്ചത്, മറിച്ച് പ്രതീക്ഷിക്കാത്തതാണ് സംഭവിച്ചത്. അല്ലാഹുവിന്റെ റസൂലിനെ തെരുവിലിട്ട് കല്ലെറിഞ്ഞോടിക്കുന്ന, അധിക്ഷേപിച്ചോടിക്കുന്ന ഭീകരമായ രംഗമാണ് എന്ന് നമ്മൾ അറിയണം. ഒരല്പനേരം നമ്മൾ ചിന്തിച്ചു നോക്കുക. നമ്മുടെ റസൂൽ തെരുവിൽ നിന്ന് കല്ലേറ് കൊള്ളുന്ന, തെരുവിൽ നിന്ന് അധിക്ഷേപങ്ങൾ ഏറ്റുവാങ്ങുന്ന, നമ്മുടെയൊക്കെ മനസ്സുകളിൽ ചില്ലുമേടയിലിരുന്ന് ആദർശം പ്രസംഗിക്കുന്ന, തസ്ബീഹ് മാല കയ്യിലേന്തിയ ഒരു പുരോഹിതന്റെ ചിത്രമല്ല ഒരിക്കലും തെളിഞ്ഞു വരേണ്ടത്. മറിച്ച് ചില്ലുമേടയിലിരുന്ന് ജീവിച്ച പ്രവാചകനല്ല, കുപ്പിച്ചില്ലുകൾ നിറഞ്ഞ പാതയോരങ്ങളിൽ ജീവിച്ച ഒരു പ്രവാചകന്റെ ചരിത്രമാണ് അല്ലാഹുവിന്റെ റസൂലിൽ നിന്ന്, ഹിജ്റയിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് എന്ന് നമ്മൾ അറിയണം. എന്ന് മാത്രമല്ല, ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തായിഫിൽ നിന്ന് മടങ്ങണമെന്നത് യഥാർത്ഥത്തിൽ അല്ലാഹുവിന്റെ തീരുമാനമായിരുന്നു. കാരണം മറ്റൊരു ദിശയിലേക്കാണ് ചരിത്രം പോകേണ്ടതെന്ന് അല്ലാഹു നിശ്ചയിച്ചതാണ്. അങ്ങനെ നമുക്കറിയാം, തിരിച്ചെത്തിയ പ്രവാചകൻ പക്ഷേ നിരാശനായില്ല. അല്ലാഹു പുതിയ വഴികൾ തുറക്കുമെന്ന പ്രതീക്ഷയോടെ നമുക്ക് കാണാൻ കഴിയും തൻ്റെ പ്രബോധന പ്രവർത്തനങ്ങൾ തുടർന്നു. നമുക്കറിയാം, മക്ക എന്ന് പറയുന്നത് വിവിധ നാടുകളിൽ നിന്ന് ഹജ്ജിന് വരുന്ന ആളുകൾ ദിവസങ്ങളോളം തമ്പടിക്കുന്ന പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് സാധ്യതകൾ അല്ലാഹുവിന്റെ റസൂൽ അവരിൽ പ്രതീക്ഷിച്ചു. അങ്ങനെ പാതിരാവുകളിൽ, പകലുകളിൽ സാധ്യമല്ല, ശത്രുക്കൾ സമ്മതിക്കുകയില്ല. പാതിരാവുകളിൽ ജനങ്ങളെ തേടി ഇറങ്ങി നടന്ന പ്രവാചകൻ അഖബയിൽ വെച്ച്, അഥവാ ഹജ്ജിന് പോകുന്നവർ കല്ലെറിയുന്ന ജംറയിൽ ഉൾപ്പെടുന്ന അഖബയിൽ വെച്ച് അല്ലാഹുവിന്റെ റസൂൽ രാത്രിയിൽ ഒരു സംഘത്തെ കണ്ടുമുട്ടുകയാണ്. യസ്രിബിൽ നിന്ന് വന്ന സംഘമാണ്. വളരെ പ്രതീക്ഷയോടെ റസൂൽ അവരുമായി ദീനിനെ കുറിച്ച് സംസാരിച്ചു. അതിൽ 6 പേര് ഇസ്ലാം സ്വീകരിച്ചു. നമ്മളറിയണം, 6 പേര് ഇസ്ലാം സ്വീകരിച്ചു. വളരെ സന്തോഷത്തോടുകൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ യാത്രയാക്കി. നമ്മൾ അറിയേണ്ടത്, ഒരു വർഷം കഴിഞ്ഞ് ആ സംഘം തിരിച്ചു വരുന്നത് 12 പേരായിട്ടാണ്. ആ 6 പേർ നടത്തിയ പ്രവർത്തനങ്ങളിലൂടെ 12 പേരാണ് അടുത്ത വർഷം തിരിച്ചു വരുന്നത്. വീണ്ടും അതേ അഖബയിൽ വെച്ച് അല്ലാഹുവിന്റെ റസൂൽ പാതിരാവിൽ, ഓർക്കണം, ഒരു പ്രബോധകന്റെ മനസ്സ്, ജിജ്ഞാസയുള്ള മനസ്സ്, അല്ലാഹുവിന്റെ റസൂൽ അവരെ തേടി കണ്ടെത്തുകയാണ്. അഖബയിൽ വെച്ച് അല്ലാഹുവിന്റെ റസൂൽ ഈ 12 പേരടങ്ങുന്ന സംഘത്തോട് പറഞ്ഞു, ഇതാ നിങ്ങൾ 12 പേരടങ്ങുന്ന ഒരു സംഘമാണ്, അതുകൊണ്ട് എനിക്കും നിങ്ങൾക്കും ഇടയിൽ ഒരു കരാറ് വേണം, ഒരു എഗ്രിമെന്റ് വേണം, ധാരണ വേണം. അല്ലാഹുവിന്റെ റസൂൽ അങ്ങനെ ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കുകയാണ്. ആ എഗ്രിമെന്റ് ആ കൂട്ടത്തിൽ തന്നെയുള്ള ഉസാമത്ത് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയാണ്, റസൂൽ ഞങ്ങളുമായിട്ടൊരു കരാറുണ്ടാക്കി. ബായഅനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ലൈലത്തുൽ അഖബത്തുൽ ഊല, ഒന്നാം അഖബ ഉടമ്പടിയിൽ അല്ലാഹുവിന്റെ റസൂൽ ഞങ്ങളോട് 6 കരാറുണ്ടാക്കി. അതിലൊന്ന്, അല്ലാ നുശ്രിക ബില്ലാഹി ഷൈആ, ഞങ്ങൾ ഒന്നിലും അല്ലാഹുവിൽ പങ്കു ചേർക്കുകയില്ല. ഷിർക്കിൽ മുങ്ങിയ ഒരു സമൂഹത്തെ അവരിൽ നിന്ന് ഒന്നാമത് അല്ലാഹുവിന്റെ റസൂൽ വാങ്ങുന്ന കരാർ, ഒരിക്കലും ഞങ്ങളിനി ഷിർക്ക് അതുമായൊരു ബന്ധവും ഉണ്ടാവുകയില്ല. രണ്ടാമത് റസൂലിനോട് അവർ പറഞ്ഞു, വലാ നുസ്രിക, അല്ലാ നുസ്രിക, വലാ നുസ്രിക, ഞങ്ങൾ മോഷ്ടിക്കുകയില്ല. വലാ നസ്നി, ഞങ്ങൾ വ്യഭിചരിക്കുകയില്ല. വലാ നഖ്തുലു ഔലാദന, ഞങ്ങളുടെ മക്കളെ ഞങ്ങൾ കൊല്ലുകയില്ല. നോക്കണം, ആദ്യമായി വാങ്ങുന്ന കരാർ പോലും കേവലം ഷിർക്കോ ആരാധനയിൽ പരിമിതമല്ല, സാമൂഹ്യ ജീവിതത്തിന്റെ എല്ലാ മേഖലയുമായും ബന്ധപ്പെട്ട എല്ലാ നന്മകളും അല്ലാഹുവിന്റെ റസൂൽ അവരിൽ നിന്ന് ഉറപ്പുവാങ്ങുന്നുണ്ട്. മോഷ്ടിക്കുകയില്ല, വ്യഭിചരിക്കുകയില്ല, കുഞ്ഞുങ്ങളെ കൊല്ലുകയില്ല. പ്രിയമുള്ളവരെ, വീണ്ടും പറഞ്ഞു, വലാ നഅതി ബിബുഹ്താനിൻ അല്ലദീ നശ്തരി ബൈന ഐദീന, ഞങ്ങൾക്ക് മുമ്പിൽ നടക്കുന്ന കുപ്രചാരണങ്ങളിലൊന്നും ഞങ്ങൾ പങ്കുചേരുകയില്ല. വലാ നുഅസീഹി ബിമഅറൂഫിൻ, ഒരു നന്മയും ഞങ്ങൾ നിരാകരിക്കുകയുമില്ല. ഇങ്ങനെ 6 കരാർ അല്ലാഹുവിന്റെ റസൂൽ ഒന്നാം അഖബ ഉടമ്പടിയിൽ അവരുമായി ധാരണയിലെത്തുമ്പോൾ, ഇതെല്ലാം കഴിഞ്ഞപ്പോൾ റസൂൽ അവരോട് പറഞ്ഞു, വ ഇൻ വുഫീതും, നിങ്ങൾ എനിക്ക് തന്ന ഈ വാക്ക് നിങ്ങൾ പാലിക്കുകയാണെങ്കിൽ ഫലക്കുമുൽ ജന്ന, അല്ലാഹ് നിങ്ങൾക്ക് സ്വർഗം തരും. ഒന്നാം അഖബ ഉടമ്പടി എന്നറിയപ്പെടുന്ന ആ മഹത്തായ പാതിരാത്രിയിൽ പഞ്ചനക്ഷത്ര ഹോട്ടലുകളിലല്ല,
നമ്മളറിയണം അള്ളാഹുവിൻ്റെ റസൂൽ നടത്തിയ എഗ്രിമെൻ്റ്. അതിനുശേഷം ആ സംഘം തിരിച്ചു പോകുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ ഒരു പ്രഗത്ഭനായ സഹാബിയെ കൂടി ആ സംഘത്തോടൊപ്പം മദീനയിലേക്ക് പറഞ്ഞയച്ചു. മിസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ ഒരു വലിയ ചരിത്രമാണ്. പലവരും നമ്മൾ കേട്ടതാകാം. ഒരു കാലത്ത് സമ്പന്നതയുടെ മക്കയിലെ ഏറ്റവും സമ്പന്ന കുടുംബത്തിൽ എല്ലാ സൗകര്യങ്ങളോടും കൂടി ജീവിച്ച സുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ ആദർശം സ്വീകരിച്ചതിൻ്റെ പേരിൽ എല്ലാം നഷ്ടപ്പെട്ടപ്പോഴും ആ നഷ്ടങ്ങളെയൊക്കെയും സന്തോഷത്തോടെ സ്വീകരിച്ച ധീരനായ വ്യക്തിത്വമായിരുന്നു മിസ്അബ് റളിയല്ലാഹു അൻഹു. അള്ളാഹുവിൻ്റെ റസൂൽ മദീനയിലെത്തും മുമ്പേ മദീനയിലെത്തി രാപകലില്ലാതെ പണിയെടുത്ത് പ്രവാചകന്റെ ആഗമനത്തിനും ഒരു ഇസ്ലാമിക സംവിധാനത്തിനും മണ്ണൊരുക്കാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്ത ധീരനായ ചെറുപ്പക്കാരനായിരുന്നു, വിശ്വാസിയായ സഹാബിയാണ് മിസ്അബ് റളിയല്ലാഹു അൻഹു. പോരാ, അവസാനം ഉഹദിന്റെ രണാങ്കണത്തിൽ മരണപ്പെട്ടു കിടക്കുമ്പോ കഫം പുടവ ശരീരം മുഴുവൻ മൂടാൻ പറ്റിയ ഒരു തുണിയില്ലാത്തത് കണ്ടിട്ട് അല്ലാഹുവിന്റെ റസൂൽ വിതുമ്പിപ്പോയ ചെറുപ്പക്കാരൻ കൂടിയാണ് മിസ്അബ് റളിയല്ലാഹു അൻഹു. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, മോനെ മിസ്അബ്, നിന്നെ ഞാൻ മക്കയിൽ കണ്ടത് എല്ലാ സൗകര്യങ്ങളുടെയും നടുവിൽ ജീവിക്കുന്നവനായിട്ടാണ്. ഇപ്പൊ നിന്റെ കഫം പുടവ, നിന്റെ ശരീരം മൂടാൻ പറ്റിയ ഒരു കഫം പുടവ പോലും നിനക്ക് സമ്മാനിക്കാൻ ഞങ്ങൾക്കില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് വിതുമ്പുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ആ മിസ്അബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെയും കൂടെ കൂട്ടിയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ 12 അംഗ സംഘത്തെ പറഞ്ഞയക്കുന്നത്. നമുക്ക് കാണാൻ കഴിയും. അവർ രാപകലില്ലാതെ കഠിനാധ്വാനം നടത്തുന്ന സംഭവങ്ങളാണ് പിന്നീട് നമുക്ക് കാണാൻ കഴിയുന്നത്. പ്രിയമുള്ളവരെ, ആ കഠിനാധ്വാനത്തിൻ്റെ ഫലമായി അടുത്ത വർഷം 70 ആളുകളാണ്. നമ്മൾ ഓർക്കണം, ഈ 12 അംഗ സംഘം പോയി, മിസ്അബ് റളിയല്ലാഹു അൻഹു അടക്കം 13 അംഗ സംഘം പോയി. ഒരു വർഷക്കാലത്തെ കഠിനാധ്വാനത്തിലൂടെ അടുത്ത വർഷം തിരിച്ചു വരുമ്പോൾ 70 അംഗ സംഘമാണ് ഈ ഹജ്ജിന് വേണ്ടി വരുന്നത്. എന്ന് മാത്രമല്ല, ഇങ്ങോട്ട് പോരുന്നതിന് മുമ്പ് അവരൊരുമിച്ച് കൂടി ചർച്ച ചെയ്യുന്നൊരു കാര്യമുണ്ട്. അവർ പറയാണ്, ഹത്താ മത്താ നതുറുകു റസൂലുള്ളാഹ് എത്ര കാലമാണ് നമ്മൾ അല്ലാഹുവിന്റെ റസൂലിനെ ഇങ്ങനെ വിട്ടിട്ട് പോരുന്നത്? ആ റസൂലാവട്ടെ എല്ലാവരാലും ആട്ടിയോടിക്കപ്പെടുന്നു, മക്കയിൽ ഇങ്ങനെ അലഞ്ഞുകൊണ്ടിരിക്കുന്നു, ഭയപ്പെടുത്തപ്പെടുന്നു. ഈ അവസ്ഥയിൽ എത്ര കാലമാണ് നമുക്ക് റസൂലിനെ ഇങ്ങനെ വിടാൻ കഴിയുക? അതുകൊണ്ട് റസൂലിനെ നമുക്ക് നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരണം എന്ന പ്രതീക്ഷയുമായിട്ടാണ് അവർ റസൂലുള്ളാഹി നോക്കണം. ഇസ്ലാമിൻ്റെ വഴിമുട്ടിയ ഒരു സ്ഥലത്ത് നിന്ന് പുതിയൊരു വഴി അള്ളാഹു തീർത്തു കൊടുക്കുകയാണ്. ആ 70 അംഗ സംഘം അള്ളാഹുവിൻ്റെ റസൂലിനെ വന്ന് കണ്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ സന്തോഷത്തോടു കൂടി അവരോട് പറഞ്ഞു, എങ്കിൽ നമുക്കൊരു പുതിയ കരാർ, അല്ലെങ്കിൽ ഒരു കരാർ, 2ാം അഖബ ഉടമ്പടി കുറച്ചുകൂടി. കഴിഞ്ഞ വർഷം ഞാൻ നിങ്ങളോട് 6 കാര്യങ്ങളാണ് പറഞ്ഞിരുന്നത്. അതിനോടൊപ്പം ഒരു 6 കാര്യങ്ങൾ കൂടി ഞാൻ കൂട്ടിച്ചേർക്കുകയാണ്. അതും നിങ്ങൾ പാലിക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അസ്സംഉ വത്താഅ ഫിന്നശാതി വൽ കസൽ. നിങ്ങൾ ഏത് സന്ദർഭത്തിലും കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യണം. ഫിന്നശാതി വൽ കസൽ. ചിലപ്പോൾ നിങ്ങൾ നല്ല ആവേശത്തിലായിരിക്കും, ചിലപ്പോൾ നിങ്ങൾ ആലസ്യത്തിലായിരിക്കും. 2 അവസ്ഥയാണെങ്കിലും ശരി, എൻ്റെ കൽപ്പനകൾ നിങ്ങൾ പൂർണ്ണമായും പാലിക്കണം. വന്നഫഖത്തു ഫിൽ ഉസ്രി വൽ യുസ്ർ. ചിലപ്പോൾ നിങ്ങൾ സാമ്പത്തികമായി ഞെരുക്കത്തിലാവും, ചിലപ്പോൾ നിങ്ങൾ വിശാലതയിലാകും. ഏതവസ്ഥയിലാണെങ്കിലും ശരി, ഞാൻ സമ്പത്ത് ചെലവഴിക്കാൻ പറഞ്ഞാൽ നിങ്ങൾക്കാവും വിധം നിങ്ങൾ സമ്പത്ത് ചെലവഴിക്കണം. വീണ്ടും റസൂല് പറഞ്ഞു, വഅലൽ അംരി ബിൽ മഅറൂഫി വന്നഹി അൻ മുങ്കർ. നിങ്ങൾ നന്മ കൽപ്പിച്ചുകൊണ്ടിരിക്കണം, തിന്മ വിരോധിച്ചു കൊണ്ടിരിക്കണം. വീണ്ടും പറഞ്ഞു, നിങ്ങൾ അല്ലാഹുവിന്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കണം. ലാ തഖാഫൂന ലൗമത ലായിം. ഒറ്റ ആക്ഷേപകന്റെയും വിമർശകന്റെയും വിമർശനത്തെ നിങ്ങൾ ഭയപ്പെടരുത്. അങ്ങനെ നിങ്ങൾ ഈ മാർഗത്തിൽ ഉറച്ചു നിൽക്കും എന്നും എനിക്ക് ഉറപ്പ് തരണം. വീണ്ടും റസൂല് പറഞ്ഞു, ഇതല്ല മാത്രമല്ല, ഇതാ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരികയാണെങ്കിൽ
നിങ്ങൾ എന്നെ സഹായിക്കണം, ഒപ്പം നിങ്ങൾ എന്നെ സംരക്ഷിക്കണം. യമിമിദാ ഖദിംതു അലൈക്കും, ഞാൻ നിങ്ങളുടെ മദീനയിലേക്ക് വരികയാണെങ്കിൽ എങ്ങനെ സംരക്ഷിക്കണം? കമാ മിമ്മാ തംനഊന ഔലാദുക്കും വഅസ്വാജുക്കും, നിങ്ങളുടെ മക്കളെയും ഇണകളെയും എങ്ങനെ ആത്മാർത്ഥതയാണോ നിങ്ങൾ സംരക്ഷിക്കുക, അതേ സംരക്ഷണം നിങ്ങൾ എനിക്കും തരണം. ഇങ്ങനെ 6 നിബന്ധനകളോടൊപ്പം ഈ 6 നിബന്ധനകളും കൂട്ടിച്ചേർത്തുകൊണ്ടാണ് ബൈഅത്തുൽ അഖബത്തു സാനിയ, 2ാം അഖബ ഉടമ്പടി എന്ന് പറയുന്ന കരാർ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടാക്കുന്നത്. നമ്മളറിയണം, വളരെ കൃത്യമായ ഒരു പ്ലാനിങ്ങിലൂടെ, പ്രോസസ്സിലൂടെ തന്നെയാണ് കാര്യങ്ങൾ കടന്നു പോകുന്നത്. അവർ വളരെ സന്തോഷത്തോടു കൂടി അള്ളാഹുവിൻ്റെ റസൂലിനോട് ഈ 12 ഉപാധികളും സമ്മതിക്കുകയാണ്. അങ്ങനെ അള്ളാഹുവിൻ്റെ റസൂൽ അവരെ സന്തോഷത്തോടു കൂടി യാത്രയാക്കി. ആ രാത്രി തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വാസികൾ ഒരുമിച്ച് കൂടുന്ന, കുറച്ചാളുകളേ ഉള്ളൂ, അവരൊരുമിച്ച് കൂടുന്ന സ്ഥലത്തേക്ക് അള്ളാഹുവിൻ്റെ റസൂൽ ഓടി വന്നു. എന്നിട്ട് അവരോട് പറഞ്ഞു, ഇന്നല്ലാഹ അസ്സ വജല്ല ഖദ് ജഅല ലക്കും ഇഖ്വാനൻ വദാറൻ തഅമനൂന ബിഹാ. ഇതാ അല്ലാഹു നിങ്ങൾക്ക് കുറെ സുഹൃത്തുക്കളെ, കുറെ സഹോദരങ്ങളെ തന്നിരിക്കുന്നു. അതുപോലെ തന്നെ വദാറൻ, ഒരു വീടും തന്ന, ഒരു സ്ഥലവും തന്നിരിക്കുന്നു. തഅമനൂന ബിഹാ, നിങ്ങൾക്ക് ശാന്തമായൊരിടം. മദീനയാണ് ഉദ്ദേശം, നമുക്കറിയാം. അങ്ങനെ ഒരു വഴി തുറക്കുകയാണ്. പ്രിയമുള്ളവരെ, ഈ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വാസികളോട് പറഞ്ഞു, നിങ്ങൾ ഇനി ഹിജ്റ പൊക്കൊള്ളുക, ഒറ്റയായി നിങ്ങൾ ഓരോരുത്തരായി എന്ന പോലെ ഹിജ്റ പൊക്കൊള്ളുക. അങ്ങനെ സഹാബികൾ ഹിജ്റ പോകുവാൻ തുടങ്ങി. മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോഴും പോയിട്ടില്ല. മഹദി ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ പോകുന്ന രംഗം. ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, അത്താനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിൽ ഹാജിറ. സാധാരണ റസൂൽ ഞങ്ങളുടെ വീട്ടിൽ ഒന്നുകിൽ രാവിലെയാണ് വരിക, അല്ലെങ്കിൽ വൈകുന്നേരമാണ് വരിക. പക്ഷെ ഒരു ദിവസം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉച്ച സമയത്ത് ഞങ്ങളുടെ അടുത്ത് വന്നു. റസൂലുള്ളാഹി അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, മാ ജാഅ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫി ഹാദിഹി സഅ ഇല്ലാ ബി അംരിൻ ഹദസ്. ഈ സമയത്ത് റസൂൽ വന്നിട്ടുണ്ടെങ്കിൽ അതിന് എന്തോ ഒരു പ്രത്യേക ഉദ്ദേശമുണ്ട്, എന്തോ ഒരു പ്രത്യേക കാര്യമുണ്ട്. അങ്ങനെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ വന്നു. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഒരു കട്ടിലിൽ തഅഖറ അബൂബക്കർ ഫി സരീറിഹി, അദ്ദേഹത്തിൻ്റെ കട്ടിൽ അല്പം നീങ്ങിയിരുന്നു അബൂബക്കർ റളിയല്ലാഹു അൻഹു, പ്രവാചകൻ ഇരിക്കാൻ വേണ്ടി. ജലസ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വലൈസ ഇൻദ അബൂബക്കർ ഇല്ലാ വഅന ഉഖ്തി അസ്മാ. ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുമ്പോൾ അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ അടുത്ത് ഞാനും എൻ്റെ സഹോദരി അസ്മയും മാത്രമേ ഉള്ളൂ, ഞങ്ങൾ 2 പേരും മാത്രമേ ഉള്ളൂ. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ട് പറഞ്ഞു, അബൂബക്കറെ, നിൻ്റെ അടുത്തുള്ള ആളുകളോട് ഇവിടെ നിന്നൊന്ന് മാറി നിൽക്കാൻ പറയുക, നിൻ്റെ അടുത്തുള്ള ആളുകളോട് ഇവിടെ നിന്ന് നീങ്ങി നിൽക്കാൻ പറയുക, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. ഈ സമയത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ റസൂലല്ലാഹ് ഇന്നഹുമാ ഇബ്നത്താൻ, അല്ലാഹുവിൻ്റെ റസൂലേ, അത് എൻ്റെ 2 പെൺമക്കളാണ്, അതുകൊണ്ട് അങ്ങ് പറഞ്ഞുകൊള്ളൂ, ഒരു കുഴപ്പവുമില്ല. അതുകൊണ്ടാണ് ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്നത്. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഈ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ ഖദ് അദിനലി അൽ ഖുറൂജ ഹിജ്റത വൽ ഖുറൂജ മക്ക. ഇതാ അല്ലാഹുവിൽ നിന്ന് എനിക്ക് അനുമതി കിട്ടിയിരിക്കുന്നു, ഹിജ്റ പോകുവാൻ, മക്ക വിടുവാൻ അല്ലാഹ് എനിക്ക് അനുവാദം തന്നിരിക്കുന്നു. ഈ സമയത്ത് അബൂബക്കർ റളിയല്ലാഹു നബിയെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നബിയോട് ചോദിക്കുന്ന ചോദ്യം, അസ്ഹബത്തൻ യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, അങ്ങയോടൊപ്പം പോകാൻ ആർക്കെങ്കിലും അനുവാദം കിട്ടിയിട്ടുണ്ടോ? ഒപ്പം സഞ്ചരിക്കാൻ, സുഹബത്തോട് ചേർന്ന് പോകാൻ ആർക്കെങ്കിലും അനുവാദം കിട്ടിയിട്ടുണ്ടോ? ഈ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നഅം യാ അബൂബക്കർ, അബൂബക്കറെ, ഉണ്ട്, നീയാണ് എന്നോടൊപ്പം ഉള്ളത്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത്, ആദ്യമായിട്ടാണ് ഒരാൾ സന്തോഷം കൊണ്ട് പൊട്ടിക്കരയുമെന്ന് ഞാൻ അറിയുന്നത്. ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, വല്ലാഹി മാ ഷഹിദ്തു ഖത്തുൻ ഇലാ ദാലിക്കൽ യൗം, അന്നത്തെ ദിവസം വരെ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല അന്ന റജുലുൻ ബക്കാ മിനൽ ഫറഹ്, ഒരാൾ സന്തോഷം കൊണ്ട് ഇങ്ങനെ പൊട്ടിക്കരയും എന്നത് ഞാൻ കണ്ടിട്ടില്ല. നമ്മൾ ഓർക്കണം, 100 ഒട്ടകത്തിൻ്റെ പ്രതിഫലം പ്രതീക്ഷിച്ച് തലയെടുക്കാൻ വേണ്ടി തലങ്ങും വിലങ്ങും ശത്രുക്കൾ പാഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ അള്ളാഹുവിൻ്റെ റസൂലിനോട് അകമ്പടി സ്വീകരിക്കാൻ, അകമ്പടി സഞ്ചരിക്കാൻ അവസരം കിട്ടുമ്പോൾ
സന്തോഷം നിയന്ത്രിക്കാൻ പറ്റാത്ത മനുഷ്യാവിശ്വാസത്തിൻ്റെ ആഴമെത്രയാണ് എന്ന് നമ്മൾ ചിന്തിക്കണം. അഥവാ സ്വന്തം ജീവൻ പണയം വച്ചുകൊണ്ടല്ലാതെ, മരണത്തിൻ്റെ മുമ്പിലേക്ക് സമർപ്പിച്ചുകൊണ്ടല്ലാതെ ഒരിക്കലും എടുക്കാൻ പറ്റാത്തൊരു തീരുമാനത്തെ സന്തോഷത്തോടു കൂടി എതിരേൽക്കുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഇവരൊക്കെയും ചരിത്രത്തിലെ നമ്മുടെ വലിയ പാഠങ്ങളാണ് എന്ന് നമ്മൾ അറിയണം. അള്ളാഹുവിൻ്റെ റസൂൽ പിന്നീട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നമുക്കറിയാം, 2 കുതിരകളെ സജ്ജമാക്കുന്നുണ്ട് എന്ന് മാത്രമല്ല, ഈ യാത്രയിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്രയിൽ നേരായ ഡയറക്ഷനിൽ പോകാൻ പറ്റൂല, കാരണം ശത്രുക്കൾ പിടികൂടും. അതുകൊണ്ട് ഒരു ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് പോകുന്നത്. അപ്പോൾ വഴി കാണിക്കണം. അതിനുവേണ്ടി അബ്ദുല്ലാഹിബ്നു ഉറൈഖിത്ത് എന്ന് പറയുന്ന ഒരു അവിശ്വാസിയെ, ഒരു അമുസ്ലിമിനെയാണ് വഴികാട്ടിയായി തീരുമാനിച്ചത് എന്ന് ചരിത്രം പറയുന്നുണ്ട്. പ്രിയമുള്ളവരെ, അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ റസൂൽ നമുക്കറിയാം, തനിക്ക് വാർത്തകൾ എത്തിക്കുവാൻ വേണ്ടി അബ്ദുല്ലാഹിബ്നു അബൂബക്കർ റളിയല്ലാഹു അൻഹു താൻ ഈ യാത്രയിൽ ഹിറാ ഗുഹയിൽ ഒളിച്ചിരിക്കുന്ന സന്ദർഭത്തിൽ 3 ദിവസമാണ്. ഈ സന്ദർഭത്തിൽ വിവരങ്ങൾ എത്തണം, അറിവുകൾ കിട്ടണം. അതിനുവേണ്ടി ഒരാളെ ചുമതലപ്പെടുത്തുന്നു. അബ്ദുല്ലാഹിബ്നു അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഒരു അമുസ്ലിമിൻ്റെ സാന്നിധ്യം ഹിജ്റയിൽ കാണാൻ കഴിയും. ഇവിടെ അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ മകൻ എന്ന് മാത്രമല്ല, തനിക്ക് ഈ 3 ദിവസം അല്ലെങ്കിൽ ഹിറാ ഗുഹയിൽ സൗർ ഗുഹയിൽ അഭയം തേടിയ സന്ദർഭത്തിൽ തനിക്ക് ഭക്ഷണം എത്തിച്ചു തരാൻ ഒരു വനിതയെ കൂടി ചുമതലപ്പെടുത്തി. നമുക്കറിയാം, അസ്മാ റളിയല്ലാഹു അൻഹ. നമ്മൾ ഓർക്കണം, ഹിജ്റയുടെ ചരിത്രത്തിൽ ആ ഒരു ഏടുകൂടി നമ്മൾ പഠിക്കണം എന്ന് മാത്രമല്ല, അവർ ഭക്ഷണം തയ്യാറാക്കി കഴിഞ്ഞപ്പോൾ അത് കെട്ടാൻ കയറില്ല. ആ സമയത്താണ് അവരവരുടെ അരയിൽ കെട്ടുന്ന ചരട്, അരയിൽ കെട്ടുന്ന ബെൽറ്റ് എന്തോ ആവട്ടെ, അത് പൊട്ടിച്ചിട്ട് അത് 2 കഷണമാക്കി, ഒരു കഷണം കൊണ്ട് ഭക്ഷണം കെട്ടി, മറ്റേ കഷണം കൊണ്ട് അവരുടെ വസ്ത്രവും കെട്ടി. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് കണ്ടപ്പോൾ സന്തോഷത്തോടുകൂടി അവരെ വിളിച്ചു, ദാത്തുൻ നിതാഖൈൻ, ഇരട്ടപ്പട്ടക്കാരി, ഇരട്ട ബെൽറ്റുകാരി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിച്ച മഹനീയമായ ഒരു യാത്രയുടെ ചരിത്രമാണ് യഥാർത്ഥത്തിൽ ഹിജ്റ എന്ന് നമുക്ക് കാണുവാൻ കഴിയും. പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാൻ ചരിത്രം ആവർത്തിക്കലല്ല എൻ്റെ ഉദ്ദേശം, നമ്മുടെ ഈ പ്രോഗ്രാമിൻ്റെ ഉദ്ദേശവും, മറിച്ച് അതിൽ നിന്ന് കിട്ടേണ്ട ചില പാഠങ്ങളെ ഒന്നുകൂടി ശ്രദ്ധയിലേക്ക് കൊണ്ടുവരിക എന്നതാണ്. നമ്മളറിയണം, അതിലേക്ക് ഒന്നാമതായി നമ്മൾ അറിയേണ്ട കാര്യം, യഥാർത്ഥത്തിൽ മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൃത്യമായ ലക്ഷ്യമുണ്ടാകണം, സ്വപ്നങ്ങളുണ്ടാകണം എന്നത് തന്നെയാണ്. കൃത്യമായ ലക്ഷ്യവും സ്വപ്നവും ഉണ്ടാകണം എന്നതാണ്. കാരണം വിശുദ്ധ ഖുർആനാണ് പറയുന്നത്, ഹുവല്ലദീ അർസല റസൂലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുൽഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ. പ്രവാചകൻ ആരാധന ചടങ്ങുകൾ പഠിപ്പിക്കാൻ വന്നവരിൽ എന്ന് മാത്രമല്ല, മുഹമ്മദിനെ മാത്രമല്ല, ചരിത്രത്തിൽ കടന്നു വന്ന എല്ലാ പ്രവാചകന്മാരെയും നിങ്ങൾ എടുത്തു നോക്കൂ. കേവലം ഏതെങ്കിലും ഒരു മുസല്ലയിട്ട് പള്ളി മൂലയിൽ അല്ലെങ്കിൽ വീടിൻ്റെ മൂലയിൽ നമസ്കരിക്കുകയാണെന്നെങ്കിൽ ആർക്കും ഒരു പ്രശ്നമുണ്ടാകുമായിരുന്നില്ല. എല്ലാ പ്രവാചകന്മാരും ആ കാലഘട്ടത്തിലെ ഭരണകൂടങ്ങളോട് കൊമ്പ് കോർത്തുകൊണ്ടാണ്, ആ ഭരണകൂടങ്ങളുമായി ഏറ്റുമുട്ടിക്കൊണ്ടാണ് പലപ്പോഴും കടന്നുപോയിട്ടുള്ളത് എന്ന് കാണാൻ കഴിയും. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയും നമ്രൂദും തമ്മിൽ ഏറ്റുമുട്ടുന്നത് നമ്മൾ കാണുന്നു. മൂസ അലൈഹിസ്സലാത്തു വസ്സലാമയും ഫിറഔനും തമ്മിൽ ഏറ്റുമുട്ടുന്നത് നമ്മൾ കാണുന്നു. മഹാനായ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമയും റോമൻ സാമ്രാജ്യത്തിൽ റോമൻ ഭരണാധികാരികളുമായിട്ട് സംഘട്ടനത്തിലുണ്ടാവുന്നത് നമ്മൾ കാണുന്നു. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അവിടുത്തെ ഏറ്റവും ശക്തരായ പ്രബലരായ ഭരണം കേന്ദ്രങ്ങളുടെ കൈയാളിയിരുന്ന വ്യക്തികളുമായിട്ട് അവരും സംഘർഷത്തിൽ ഏർപ്പെടേണ്ടി വരുന്നു. അഥവാ ഞാൻ പറഞ്ഞു വരുന്നത്, കേവല ഏതെങ്കിലും ഒരു മൂലയിൽ മൂസാ നബി ഒരു മുസല്ലയിട്ട് നമസ്കരിച്ചിരുന്നെങ്കിൽ ആർക്കും ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. പക്ഷേ മൂസാ നബി അലൈഹിസ്സലാം ഫറോവയുടെ കൊട്ടാരത്തിൽ കടന്നു ചെന്ന് അർസിൽ മഅനാ ബനി ഇസ്രായീൽ ഫലാ തുഅദ്ദിബുഹും, വിട്ടയക്കടോ, തൊട്ടുപോകരുത് അവരെ എന്ന് കൽപ്പിക്കുമ്പോൾ ആ ശബ്ദമാണ് ഭരണകൂടത്തിന് ഭയപ്പെടുത്തുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞു വരുന്നത്, അതുകൊണ്ട് വിശ്വാസി സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ ലക്ഷ്യമുണ്ടാകണം. ഹുവല്ലദീ അർസല റസൂലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ്.
അള്ളാഹു തന്നെ ആ ലക്ഷ്യം പറഞ്ഞു, ലിയുൽഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ. ഇസ്ലാമിന്റെ ആ ജീവിത വ്യവസ്ഥക്ക് മേൽക്കോയ്മ കിട്ടാനാണ്. നേരെ തിരിച്ചാവണം. ഇപ്പൊ എങ്ങനെയാണോ ഉള്ളത് ആ അവസ്ഥ മാറുകയും ഇസ്ലാമിന് മേൽക്കോയ്മ ഉണ്ടാവുകയും എല്ലാ സമൂഹങ്ങൾക്കും അവരുടെ വിശ്വാസം പുലർത്തിക്കൊണ്ട് ജീവിക്കാം എന്ന കോലത്തിൽ ഒരു സംസ്കാരമാണ് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുള്ളത്. നമ്മൾ അത് ലക്ഷ്യം തന്നെയാണ്. മറ്റൊരു ഭാഷയിൽ ഇഖാമത്തുദ്ദീൻ എന്ന് നമ്മൾ വിശദീകരിക്കുന്നതും വിവരിക്കുന്നതും എന്നുകൂടി സന്ദർഭത്തിലോ ഓർമ്മപ്പെടുത്തുകയാണ്. ഇത് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പ്രവാചകൻ തന്നെ സൻആ മുതൽ ഹദറമൗത്ത് വരെ ഒന്നിനെയും ഭയപ്പെടേണ്ടതില്ലാത്ത ഒരു അന്തരീക്ഷം പുലരുന്ന കാലം വരാൻ പോകുന്നുണ്ട് എന്ന് സഹചരന്മാരോട് പങ്കുവെക്കുന്നുണ്ട്. ഏത് കാലഘട്ടത്തിലാണെന്നറിയോ? ഭയം തളം കെട്ടി നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ, ഭയം തളം കെട്ടി നിൽക്കുന്ന ഒരു കാലത്തും ഭയരഹിതമായ ഒരു സമൂഹം സൃഷ്ടിക്കപ്പെടുമെന്ന പ്രതീക്ഷ, അതാണ് പ്രവാചകൻ പകർന്നത്. യഥാർത്ഥത്തിൽ ഞാനും നിങ്ങളും വിശ്വസിക്കേണ്ടത് അതേ പ്രവാചകന്റെ അതേ കൽപ്പനകളിലും സ്വപ്നങ്ങളിലുമാണ്. ഫാസിസം പിടിമുറുക്കുന്ന ഈ കാലഘട്ടത്തിലും, ഫാസിസം പിടിമുറുക്കുന്ന ഒരു കാലഘട്ടത്തിലും, ഒരു രാജ്യം അതിൻ്റെ എല്ലാ സംസ്കാരവും തുരുമ്പെടുക്കുന്ന ഒരു കാലഘട്ടത്തിലും നമ്മൾ പ്രതീക്ഷിക്കണം, ഇസ്ലാം ട്രെൻഡായി മാറുന്ന, ഇസ്ലാമിലേക്ക് ജനങ്ങൾ കൂട്ടമായി ഒഴുകുന്ന ഒരു കാലം വരിക തന്നെ ചെയ്യും എന്ന് സ്വപ്നം കാണാൻ എനിക്കും നിങ്ങൾക്കും കഴിയണം. എന്ന് മാത്രമല്ല, ഹിജറയിൽ തന്നെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സംഭവം നമുക്ക് കാണാൻ കഴിയും. സുറാഖ റളിയല്ലാഹു അൻഹു, പലപ്പോഴും നമ്മൾ കേട്ടതാണ്, ഞാൻ ചരിത്രത്തെ ആവർത്തിക്കുന്നില്ല. പക്ഷേ ആവേശത്തോടുകൂടി 1000 ഒട്ടക 100 ഒട്ടകത്തെ കൈക്കലാക്കാനുള്ള പ്രതീക്ഷയുമായി പാഞ്ഞു വന്ന സുറാഖയുടെ കുതിരകൾ അതിൻ്റെ കുളമ്പടികൾ ഭൂമിയിലേക്ക് കാണ്ടുപോയി നിസ്സഹായമായി നിൽക്കുന്ന സന്ദർഭത്തിൽ അല്ലാഹുവിൻ്റെ റസൂൽ സുറാഖയോട് ചോദിക്കുന്ന ചോദ്യമുണ്ട്. കൈഫ ബിക യാ സുറാഖ ബിസവാരി ഹിർകൽ. കിസ്റയുടെ കൈവളകൾ നിനക്ക് കിട്ടിയാൽ എങ്ങനെയുണ്ടാകും സുറാഖ എന്ന് ചോദിക്കുന്നുണ്ട്. സുറാഖ തന്നെ സംശയത്തോടുകൂടി റസൂലുള്ളാഹിന്റെ കണ്ണിലേക്ക് നോക്കുന്നുണ്ട്. നാലുപാടും കൊല്ലാൻ നടക്കുന്ന ഒരു സമയത്ത് നിസ്സഹായരായ ഒരവസ്ഥയിൽ അള്ളാഹുവിന്റെ റസൂൽ പുറപ്പെടുവിച്ച പ്രതീക്ഷ അത് വളരെ വലുതാണ് എന്ന് നമ്മൾ അറിയണം. പ്രിയമുള്ളവരെ, എനിക്കെൻ്റെ മുമ്പിൽ എന്നെ ശ്രവിക്കുന്ന എൻ്റെ സഹോദരങ്ങളോട് പറയുവാനുള്ളത്, യഥാർത്ഥത്തിൽ ഞാനും നിങ്ങളും ഈ പ്രതീക്ഷയുമായി, അള്ളാഹു നിറഞ്ഞ പ്രതീക്ഷയോടെ സഞ്ചരിച്ച അതേ പ്രവാചകന്റെ പ്രതീക്ഷയുമായി ഈ കാലഘട്ടത്തിൽ സഞ്ചരിക്കണം എന്നതാണ് ഈ ഹിജറ നമുക്ക് നൽകുന്ന പാഠം. കാരണം ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, നിങ്ങളുടെ ഉത്തമമായ മാതൃക പ്രവാചകൻ തന്നെയാണ്. വിശുദ്ധ ഖുർആൻ ഖണ്ഡിതമായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്, ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിറ വദകറല്ലാഹ കസീറ. നിങ്ങൾ അല്ലാഹുവിനെയും അന്ത്യദിനത്തെയും കൊതിക്കുന്നുണ്ട് എങ്കിൽ, അതാണല്ലോ നമ്മുടെയൊക്കെയും ആഗ്രഹം, അതിനാണല്ലോ നമ്മൾ ഇവിടെ പോലും ഒരുമിച്ച് കൂടിയത്, എങ്കിൽ നിങ്ങൾ റസൂലുള്ളാഹിയെ അനുകരിക്കണം. എങ്കിൽ ആ അനുകരണത്തിൻ്റെ പാത പ്രിയമുള്ളവരെ നമ്മൾ ഏറ്റെടുക്കുകയാണ് വേണ്ടത് എന്നാണ് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാനുള്ളത്. നമുക്കറിയാം, ഇന്ന് മുസ്ലിം ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, അങ്ങനെ ഒരു ലക്ഷ്യമില്ലാത്ത, അങ്ങനെ ഒരു സ്വപ്നമില്ലാത്ത ഒരു സഞ്ചാരത്തിലാണ് മുസ്ലിം ഉമ്മത്തുള്ളത് എന്ന് പറയാതിരിക്കാൻ ഏറ്റവും വലിയ കടമ്പ, ഏറ്റവും വലിയ പ്രതിസന്ധി യഥാർത്ഥത്തിൽ അത് തന്നെയാണ് എന്നറിയണം. അതുകൊണ്ട് തന്നെ മതരംഗം കെട്ടിക്കിടക്കുന്ന വെള്ളം പോലെ മലീമസമായിരിക്കുന്നു. എല്ലാ ക്രമികീടങ്ങളും അതിൽ പെറ്റുപെരുകിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ സമൂഹത്തിലേക്ക് അത് പുറത്തേക്ക് വിടുന്നത് തമ്മിൽ തല്ലിൻ്റെയും കൂട്ടത്തല്ലിൻ്റെയും ഒക്കെ ദുർഗന്ധം മാത്രമാണ് പൊതുസമൂഹത്തിലേക്ക് പ്രസരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നിഷ്പക്ഷ ബുദ്ധിയാ നോക്കുന്ന ഒരാൾക്കും മനസ്സിലാക്കുവാൻ കഴിയും. ഈ രാജ്യത്തെ ജനസമൂഹത്തെക്കുറിച്ച് അവർ യാതൊരു ഉത്തരവാദിത്വവുമില്ല എന്ന പോലെയാണ് മുസ്ലിം സംഘടനകൾ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. എന്തിന്? അവർക്കെതിരെ എല്ലാ കോപ്പ് കൂട്ടിക്കൊണ്ടിരിക്കുന്ന ശത്രുക്കളെ കുറിച്ച് പോലും യാതൊരു ചിന്തയുമില്ലാതെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന, അനൈക്യത്തിൽ എങ്ങനെ അനൈക്യപ്പെടാമെന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ സഞ്ചരിച്ച്. സാധാരണ പറയാറുണ്ട്, മുസ്ലിങ്ങൾ ഇപ്പോഴും തല അല്പം തടവണോ മുഴുവൻ തടവണോ എന്ന കാര്യത്തിൽ തർക്കിച്ചു തീർന്നിട്ടില്ല. പക്ഷെ മുസ്ലിങ്ങൾക്ക് തല തന്നെ വേണ്ട
എന്ന കാര്യത്തിൽ ശത്രുക്കൾ ഐക്യത്തിലാണ്. മുസ്ലിം സ്ത്രീക്ക് പള്ളിയിൽ കയറാൻ പറ്റുമോ ഇല്ലേ എന്ന കാര്യത്തിൽ നമ്മളുടെ തർക്കം ഇപ്പോൾ അവസാനിച്ചിട്ടില്ല. പക്ഷെ മുസ്ലിങ്ങൾക്ക് പള്ളി തന്നെ വേണ്ട എന്ന കാര്യത്തിൽ ശത്രുക്കളത്ത് നിന്നും ഐക്യത്തിലെത്തിയിട്ടുണ്ട്. ഈ രാജ്യത്ത് ഇസ്ലാമിക പ്രബോധനം നടത്തണോ വേണ്ടേ എന്ന കാര്യത്തിൽ നമുക്കിപ്പോഴും ഐക്യരൂപമില്ല. പക്ഷേ ഒറ്റ പ്രബോധകനെയും രാജ്യത്ത് വെച്ചു പൊറുപ്പിക്കില്ല എന്ന കാര്യത്തിൽ ശത്രുക്കളെന്നും ഐക്യത്തിലാണ്. ജിന്നിനോട് പ്രാർത്ഥിക്കണോ, മനുഷ്യനോട് പ്രാർത്ഥിക്കണോ, അല്ലെങ്കിൽ ജിന്നിനോട് പ്രാർത്ഥിച്ച് ശിർക്കാവോ ഇല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വലിയ ചർച്ചകൾ നടക്കുന്ന ഒരു ഏത് സമയത്താണെന്ന് നമ്മൾ ഓർക്കണം. നൂറുകണക്കിന് പള്ളികൾ ബുൾഡോസറുകൾ കൊണ്ട് ഇടിച്ചു നിരത്തി നിങ്ങൾ ഇനി ആരോടും പ്രാർത്ഥിക്കണ്ട എന്ന് പറയുന്ന ഒരു സംസ്കാരത്തിൽ, സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ് ഇതൊക്കെയും നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുകൂടി ഈ സന്ദർഭത്തിൽ നമ്മൾ ഓർക്കേണ്ടതുണ്ട്. എന്ന് മാത്രമല്ല, പല മുസ്ലിം സംഘടനകളൊക്കെ അവരുടെ ലക്ഷ്യം പറയുമ്പോഴാണ്, ഈ അടുത്ത കാലത്ത് ഞാൻ കേട്ടൊരു പ്രസംഗത്തിൽ, നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാകും, അവരവരുടെ ലക്ഷ്യമായിട്ട് പറയുന്നത് ഈ രാജ്യത്തെ ശിർക്കിലധിഷ്ഠിതമായ 80% വരുന്ന ഒരു ജനസമൂഹത്തിനെ കുറിച്ചല്ല, അതിനു വേണ്ടിയിട്ടല്ല ഞങ്ങളുടെ സംഘടനകൾ രൂപീകരിച്ചിട്ടുള്ളത്. മറിച്ച് ഈ സമൂഹത്തിൽ മനുഷ്യ പരിവർത്തനത്തിന് അല്ലെങ്കിൽ വിശ്വാസപരമായ പരിവർത്തനത്തിന് പണിയെടുക്കുന്ന സംഘടനകളുടെ പണി കഴിക്കാനാണ് ഞങ്ങൾ രൂപീകരിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് പരസ്യമായി പറയുന്നത് കാണുമ്പോൾ യഥാർത്ഥത്തിൽ ഈ സമുദായം എത്തിപ്പെട്ടിട്ടുള്ള സ്ഥിതി എവിടെയാണ് എന്ന് കൂടി നമ്മൾ ഓർക്കണം, പ്രിയമുള്ളവരെ. അതുകൊണ്ട് ഞാനും നിങ്ങളും, എനിക്ക് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്, നമുക്ക് സാധ്യമായതൊക്കെ നൽകി അള്ളാഹുവിൻ്റെ ദീനിനെ ശക്തിപ്പെടുത്താനും അതിനുവേണ്ടി സമർപ്പിക്കാനും നമ്മൾ സന്നദ്ധരാവണം എന്നതാണ് ഹിജറ നമ്മളോട് പറയുന്നത്, മുഹാജിറുകൾ നമ്മളോട് പറയും. നമ്മൾ ഓർക്കണം, അവർക്കിതൊരു കഥയല്ല. അവരെ സംബന്ധിച്ചിടത്തോളം ജനിച്ച നാട്, ജനിച്ച വീട്, സർവസ്വത്ത് എല്ലാം കൈയൊഴിച്ച് ഒരു മടിയുമില്ലാതെ അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി ഒരു നാട് വിട്ട് കിലോമീറ്ററുകൾക്കപ്പുറേക്ക് സഞ്ചരിച്ച ആ ഒരു സംഘത്തിൻ്റെ ത്യാഗത്തിൻ്റെ ഒരംശമെങ്കിലും ഞാനും നിങ്ങളും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സമർപ്പിക്കുന്നില്ലെങ്കിൽ യഥാർത്ഥത്തിൽ നമുക്ക് ഹിജറയെക്കുറിച്ച് ചർച്ച ചെയ്യാൻ പോലും ഒരർഹതയില്ല എന്ന് മാത്രമാണ് അസമയമായി ഓർമ്മപ്പെടുത്തുവാനുള്ളത്. രണ്ടാമതായി, ഹിജറയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു പാഠം, അള്ളാഹുവിൻ്റെ ദീനിന് നമ്മുടെ അധ്വാനം ആവശ്യമുണ്ട്. അള്ളാഹുവിൻ്റെ ദീനിന് നമ്മുടെ ആസൂത്രണങ്ങൾ ആവശ്യമുണ്ട്. നമ്മളൊക്കെ ചിന്തിച്ചിട്ടുള്ളത് നമ്മുടെ ബുദ്ധിയും ആസൂത്രണമൊക്കെ നമ്മുടെ മാത്രം ഭൗതിക കാര്യങ്ങൾക്ക്, നമ്മുടെയൊക്കെ ജീവിത പുരോഗതികൾക്ക് വേണ്ടി മാത്രമുള്ളതാണെന്നാണ്. ഒരിക്കലുമല്ല. അള്ളാഹുവിൻ്റെ പ്രവാചകൻ നമുക്ക് കാണിച്ചു തരുന്ന മാതൃക നീണ്ട ആസൂത്രണത്തിൻ്റെതാണ്. ഞാനതിനി ആവർത്തിക്കേണ്ടതുണ്ടോ? അള്ളാഹിൻ്റെ റസൂൽ നമുക്കറിയാം, ഒറ്റക്കൊറ്റായി ഹിജ്റയിൽ പോലും നടത്തിയ ആസൂത്രണം, ബാക്കി മുഴുവൻ ആസൂത്രണം ഹുദയിൽ പോലും നടത്തിയ ആസൂത്രണങ്ങൾ. അള്ളാഹിൻ്റെ റസൂൽ ആദ്യം ഒറ്റയൊറ്റയായി സംഘത്തെ പറഞ്ഞയച്ചു. 2 കുതിരകളെ സജ്ജമാക്കി. കൂടെ സഞ്ചരിക്കാൻ അബൂബക്കർ റളിയല്ലാഹുവിനെ ചുമതല കൂടെ കൂട്ടി. വഴികാട്ടാൻ വേണ്ടി അമുസ്ലിമായ അബ്ദുല്ലാഹിബ്നു ഉറൈഖിത്തിനെ ചുമതലപ്പെടുത്തി. സമയമില്ല. അമുസ്ലിങ്ങളുമായിട്ടുള്ള ബന്ധമൊക്കെ പലപ്പോഴും വലിയ വിഷയമായിട്ട് വരാറുണ്ട്. ഓണം വരുമ്പോഴും ക്രിസ്മസ് വരുമ്പോഴും സാധാരണ ഒരു ചടങ്ങ് പോലെ വരുന്ന ചർച്ചയാണ്, അവരെ വിളിച്ചാൽ പോകാൻ പറ്റുമോ, അവരെ വിളിക്കാൻ പറ്റുമോ എന്നുള്ളത്. ഞാൻ അതിലേക്ക് പോണില്ല. പക്ഷെ അല്ലാഹുവിൻ്റെ റസൂൽ അതിനിർണായകമായ ഹിജ്റയുടെ വേളയിൽ പോലും അത്തരം ആളുകളെ ഉപയോഗപ്പെടുത്തുന്ന, അവരുമായി ചേർന്ന് നടക്കുന്ന, അല്ലാഹുവിൻ്റെ റസൂലിന് വഴികാട്ടിയായി മുമ്പിൽ നടന്നത് ഒരമുസ്ലിമാണെന്ന് നമ്മൾ ഓർക്കണം. അത്രത്തോളം അല്ലാഹുവിൻ്റെ റസൂൽ അവരൊക്കെയുള്ള ബന്ധം നിലനിർത്തിയിരുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. പ്രിയമുള്ളവരെ, അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതുപോലെ തന്നെ നമുക്ക് കാണാൻ കഴിയും. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ മകൻ, അദ്ദേഹത്തെ ചുമതലപ്പെടുത്തിയത് വിവരങ്ങൾ എത്തിക്കാൻ, ഇൻഫർമേഷൻ കിട്ടണം, അതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നു, ഭക്ഷണത്തിനുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നു. ഇങ്ങനെ നീണ്ട അള്ളാഹിൻ്റെ റസൂലാണ്. പക്ഷേ എങ്കിലും നമ്മളെ പഠിപ്പിക്കുന്നത് എല്ലാ ആസൂത്രണങ്ങളും പ്രവർത്തനങ്ങളുമില്ലാതെ ഒന്നും ജയിക്കാൻ പോകുന്നില്ല എന്നാണ്. എന്ന് മാത്രമല്ല, മിസ്അബ് റളിയല്ലാഹുവിനെ പറഞ്ഞയച്ചു മണ്ണൊരുക്കാൻ വേണ്ടി. നീണ്ടകാലത്തെ പ്രവർത്തനങ്ങൾ. പ്രിയമുള്ള സഹോദരങ്ങളെ, നമുക്കും പാടാണ്. നമ്മളും മണ്ണൊരുക്കാൻ വേണ്ടി കണിന്ന് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന സമൂഹം വർഗീയതയുടെയും വംശീയതയുടെയും പേരിൽ മനുഷ്യരെ തമ്മിൽ തെല്ലിക്കാനും അകറ്റാനും കാര്യമായി പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് നമ്മളും പണിയെടുക്കാൻ സന്നദ്ധരാവണം, മനുഷ്യരെ കൂട്ടിയിണക്കാൻ വേണ്ടി. കഴിഞ്ഞ ദിവസം PC ജോർജൊക്കെ പറഞ്ഞ് നിങ്ങൾ കേട്ടില്ലേ, എല്ലാവരും മത്സരിക്കുകയാണ്. പണ്ടൊരു കഥ പറയാറുണ്ട്. ഒരു വീട്ടിൽ ഒരു പശു
കിടപ്പിലായിപ്പോയി. എന്ത് ചെയ്തിട്ട് എണിക്കണില്ല. ഈ സമയത്ത് ഭാര്യയും ഭർത്താവും കൂടിയാലോചിച്ച് എന്ത് ചെയ്യും. അങ്ങനെ അവർ വൈദ്യൻ്റെ അടുത്ത് പോയി. വൈദ്യൻ ഇവരുടെ വിശേഷം കേട്ടിട്ട് പറഞ്ഞു, ശരി, ഞാൻ നിങ്ങൾക്ക് 3 കുപ്പി മരുന്ന് തരാം. ഒന്നാമത്തെ കുപ്പി മരുന്ന് നല്ല ഡോസുള്ളതാണ്. അത് പുരട്ടിയാൽ തന്നെ എന്ത് ചെയ്യും, പശു എഴുന്നേറ്റോളും. എഴുന്നേൽക്കുന്നില്ലെങ്കിൽ മാത്രമാണ് രണ്ടാമത്തെ കുപ്പിയിലെ മരുന്ന് ഉപയോഗിക്കാവുള്ളൂ. കാരണം അത് കുറച്ചുകൂടി ഡോസ് കൂടിയതാണ്. ഇത് രണ്ടും പുരട്ടിയിട്ട് എണിക്കലില്ലെങ്കിൽ മാത്രമാണ് മൂന്നാമത്തെ പുരട്ടാമുള്ള. കാരണം ഇത് അതിനേക്കാൾ ഡോസാണ്. അതുകൊണ്ട് സൂക്ഷിച്ചുപയോഗിക്കണം എന്ന് പറഞ്ഞ് 3 കുപ്പി മരുന്ന് കൊടുത്ത് വിട്ടു. അങ്ങനെ വീട്ടിലെത്തി ഒന്നാമത്തെ കുപ്പി മരുന്ന് തേച്ചപ്പോഴേക്കും പശു എഴുന്നേറ്റു. അപ്പോൾ ഭാര്യയ്ക്കൊരു ഐഡിയ തോന്നി, 1 കുപ്പി മരുന്ന് തേക്കുമ്പോൾ ഇത്ര ഉഷാറാണെങ്കിൽ 1 കുപ്പി കൂടി തേച്ചാൽ കുറച്ചുകൂടി ഉന്മേഷം കിട്ടും. അങ്ങനെ അവർ രണ്ടാമത്തെ കുപ്പി മരുന്ന് തേച്ചതോടുകൂടി പശു ഒറ്റ ഓട്ടം. ഭാര്യയും ഭർത്താവും കൂടി പുറകെ ഓടിയിട്ടെത്തുന്നില്ല. അതിവേഗത്തിലാണ് പശു ഓടുന്നത്. അവസാനം കിട്ടൂല എന്ന് ഉറപ്പായ സമയത്ത് ഭാര്യ എന്ത് ചെയ്ത്, ആ 3ാമത്തെ കുപ്പി മരുന്ന് പൊട്ടിച്ചിട്ട് ഭർത്താവിൻ്റെ പുറത്ത് തേച്ച് കൊടുത്തു എന്നാണ് കഥ. അങ്ങനെ ഭർത്താവ് ഓടി മുമ്പിലെത്തി പിടിച്ചെന്നാണ് ഞാൻ പറയണത്. ഇപ്പം PC ജോർജൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടി അതാണ്. ശശികലയുടെയൊക്കെ മുമ്പിലെത്തണം. അതിലൊക്കെ മുമ്പിലെത്തിയെങ്കിലേ ഇനി എന്തെങ്കിലും സ്ഥാനം കിട്ടുള്ളൂ. അതിനുവേണ്ടി പറയാവുന്നതിൻ്റെ ഏറ്റവും ഡോസ് കൂടിയതാണ് അവരുടെയൊക്കെ വായിൽ നിന്ന് പുറത്തേക്ക് വിട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് പറയാൻ വേണ്ടി. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ സാഹചര്യത്തിലും ജനങ്ങളിലേക്ക് ഇറങ്ങാനും ഈ മനുഷ്യബന്ധങ്ങളെ കൂട്ടിയിണക്കാനും നിരന്തരം പരിശ്രമിക്കണം. നമ്മുടെ അധ്വാനമില്ലാതെ, നമ്മുടെ പരിശ്രമമില്ലാതെ ഈ ദീൻ വിജയിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയാണ് നമുക്ക് മുമ്പിൽ കാണിച്ചു തന്നിട്ടുള്ളത് എന്നാണ് ഞാൻ സൂചിപ്പിച്ചു വരുന്നത്. മൂന്നാമതായി നമുക്ക് കിട്ടുന്ന ഒരു പാഠം, ഒരുപാട് പാഠങ്ങളുണ്ട്. മൂന്നാമതായി കിട്ടുന്ന ഒരു പാഠം അള്ളാഹുവിൻ്റെ സഹായമാണ്. മനുഷ്യസാധ്യമായതൊക്കെ നമ്മൾ നിർവഹിച്ചാൽ അള്ളാഹു നമ്മളെ സഹായിക്കുമെന്ന വലിയ പാഠമാണ്. മഹദി ഹാജറ റളിയല്ലാഹു അൻഹ, ഹജ്ജ് നമ്മൾ അനുസ്മരിച്ചതാണ്. ഹാജറ റളിയല്ലാഹു അൻഹ തൻ്റെ കുഞ്ഞിന് വെള്ളത്തിന് വേണ്ടി ഓടുന്നുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അതല്ലാതെ ഒന്നും ചെയ്യാനില്ല. ആ ഓട്ടം കണ്ടപ്പോൾ അള്ള കൊടുത്തതാണ് സംസം. അവർ ഓടി കണ്ടെത്തിയതല്ല സംസം. ഒരു മനുഷ്യ സാധ്യമായത് മുഴുവൻ ചെയ്യുമ്പോൾ അള്ള സഹായിക്കുമെന്ന പാഠമാണ് സംസം നമ്മളോട് പറയുന്നത്. മഹാനായ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം ശത്രുക്കളൊന്നാകെ ഓടിച്ച് ചെങ്കടലിൻ്റെ തീരത്തെത്തി. ഇനി ഒരു സ്റ്റെപ്പ് വെക്കാൻ ഒരു മാർഗമില്ല. അപ്പം അള്ള ചെങ്കടൽ പിളർന്നു കൊടുത്തു. പ്രിയമുള്ളവരെ, ബദറിൻ്റെ രണാങ്കണത്തിലും നമുക്കത് കാണാം. റസൂലിനാകെ കിട്ടിയത് 313 ആളുകളാണ്. ആ 313 ആളുകളുമായി രണാങ്കണത്തിലെത്തി ഏറ്റുമുട്ടുന്ന സമയത്ത് അള്ളാഹു അവരെ സഹായിച്ചു. ഇത് എനിക്കും നിങ്ങൾക്കും പാഠമാണ്. മൂസാ നബിയെ സഹായിച്ച അള്ള തന്നെയാണ് ഇപ്പോഴുള്ളത്. മുഹമ്മദ് നബിയെ സഹായിച്ച അള്ള തന്നെയാണ് ഇപ്പോഴുള്ളത്. അള്ളാഹിൻ്റെ നടപടിക്രമങ്ങളിൽ ഒരു മാറ്റമില്ല. അതുകൊണ്ട് നമുക്ക് സാധ്യമായതൊക്കെ നമ്മൾ ഒരു പ്രദേശത്ത് നിർവഹിക്കാൻ നമ്മൾ സന്നദ്ധരാണെങ്കിൽ അള്ളാഹു പുതിയ വഴികളും മാർഗങ്ങളും തുറന്നു തരുമെന്ന വലിയ പാഠം നേരത്തെ ഓതിയ ആയത്തിൽ ഞാനും അതുപോലെ തന്നെ ആമുഖത്തിൽ നമ്മുടെ ഉസ്താദും ഓതിയ അതേ ആയത്തുകളും നമ്മളോട് പറയുന്ന കാര്യം അത് തന്നെയാണ്. ഇല്ലാ തൻസറൂഹു, അള്ളാഹ് പിന്നീടൊരിക്കൽ പറയാണ്, യുദ്ധക്കളത്തിലേക്ക് പുറപ്പെടാൻ നിങ്ങൾ മടി കാണിക്കുകയാണ് എങ്കിൽ ഇല്ലാ തൻസറൂഹു ഫഖദ് നസറഹുല്ലാ, അള്ളാഹു മുമ്പ് സഹായിച്ചിട്ടുണ്ട്. അള്ളാഹ്ക്ക് നിങ്ങളെ സഹായിക്കാൻ പ്രയാസമൊന്നുമില്ല. എങ്ങനെ ആ സഹായിച്ചത്? ഇത് അഖ്റജഹുല്ലദീന കഫറു സാനിയ സിനൈനി ഇദ്ഹുമാ ഫിൽ ഗാർ. അന്ന് രണ്ടേ ആളുകളേ ഉള്ളൂ. അവരെയാണ് ശത്രുക്കൾ പുറത്താക്കിയത്. അവർ ഗുഹക്കകത്താണ്. ആ സമയത്ത് അദ്ദേഹത്തിനോട് ഇത് യഖൂലു ലി സാഹിബിഹി ലാ തഹസൻ ഇന്നല്ലാഹ മഅനാ, ഭയവിഹ്വലനായ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞ വാക്കാണ് ലാ തഹസൻ ഇന്നല്ലാഹ. എവിടെയാണ്? ശത്രുക്കളുടെ പാദങ്ങൾ ഗുഹക്കകത്തു നിന്ന് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ, ഏതോ ഒരു വാൾത്തലയുടെ അകലം മാത്രം അവരുടെ ജീവൻ നിലനിൽക്കുന്ന സമയത്തും നിർഭയനായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കാണ് ലാ തഹസൻ ഇന്നല്ലാഹ മഅനാ. അള്ളാഹു തന്നെ നമ്മോടൊപ്പമുണ്ട് എന്ന് നമ്മളും വിശ്വസിക്കണം. അള്ളാഹുവിന് പ്രിയങ്കരമായി നമ്മൾ സഞ്ചരിച്ചാൽ അള്ളാഹു നമ്മൾ വിടൂല. എന്നിട്ട് മാത്രമല്ല, ഇന്നല്ലാഹ മഅനാ ഫഅൻസലല്ലാഹു സക്കീനതഹു അലൈഹി, അള്ളാഹു സമാധാനം ഇട്ട് കൊടുത്തു. വിശുദ്ധ ഖുർആനിൽ നിന്ന് കുറേ പാഠങ്ങൾ നമ്മൾ പഠിക്കണം. പലതും അള്ളാഹു ഇട്ട് തരുന്നത് അള്ളാഹിൻ്റെ മാർഗത്തിൽ പണിയെടുക്കുമ്പോൾ മാത്രമാണ്.
നമ്മുടെ ചില മുസ്ലിം സംഘടനകൾ, ഞാൻ ആരും വിമർശിക്കാനില്ല, എല്ലാത്തിനെയും ഈമാൻ കൂടിയ എല്ലാ പ്രശ്നം തീരുമെന്ന് പറയാറുണ്ട്. പക്ഷേ ഈമാൻ കൂടാൻ വേണ്ടി ഇങ്ങനെ ദിക്റും സലാത്തും മാത്രമാണ് അവർ നിർദ്ദേശിക്കണത്. ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. പക്ഷെ നിങ്ങൾ വിശുദ്ധ ഖുർആനിൽ നിന്ന് ഈമാൻ പഠിച്ചു നോക്കൂ. വിശുദ്ധ ഖുർആനിൽ ഈമാൻ പഠിച്ചു നോക്കൂ. വിശുദ്ധ ഖുർആൻ ഈമാൻ വർദ്ധിച്ചു എന്ന് സർട്ടിഫിക്കറ്റ് കൊടുത്തത് മുഴുവൻ പടക്കളത്തിൽ ഇറങ്ങിയ ആളുകളെ കുറിച്ചാണ്. പടക്കളത്തിറങ്ങിയ ആളുകൾ സൂറത്തുൽ അഹ്സാബിൽ കാണാം, വലമ്മാ റഅൽ മുഅ്മിനൂനൽ അഹ്സാബ് ഖാലൂ ഹദാ മാ വഅദനല്ലാഹു വറസൂലുഹു വസദഖല്ലാഹു വറസൂലുഹു. ഈ പടക്കളത്തിലേക്ക് ഇരമ്പി വരുന്ന ശത്രുസേനയെ കണ്ടപ്പോൾ വിശ്വാസി സംഘം പറഞ്ഞു, ഇത് അല്ലാഹുവും അവന്റെ റസൂലും ഞങ്ങളോട് നേരത്തെ വാഗ്ദാനം ചെയ്തതാണ്. അല്ലാഹ് പറയാണ്, വമാ സാദഹും ഇല്ലാ ഈമാനം വതസ്ലീമ. അവരുടെ ഈമാൻ വർദ്ധിച്ചു, അവരുടെ ഇസ്ലാം വർദ്ധിച്ചു. ഈമാൻ വർദ്ധിച്ചത് ഫീൽഡിൽ ഇറങ്ങിയപ്പോഴാണ്, ഇസ്ലാം വർദ്ധിച്ചത് വിയർപ്പൊഴുക്കിയപ്പോഴാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. അതുപോലെ തന്നെയാണ് മനുഷ്യന്റെ ഹിദായത്ത് വർദ്ധിക്കണപ്പോഴാ. ഞാൻ അതിലേക്കൊന്നും പോണില്ല. സൂറത്തുൽ കഹഫിൽ എല്ലാ വെള്ളിയാഴ്ചയും നമ്മളോട് പാരായണം ചെയ്യാൻ പറഞ്ഞ കഹഫിൽ അല്ലാഹു ഹിദായത്ത് വർദ്ധിച്ച് പറയുന്നുണ്ട്, ഇന്നഹും ഫിത്യത്തുൻ ആമനൂ ബിറബ്ബിഹിം വസിദ്നാഹും ഹുദാ. എപ്പോൾ ആരെക്കുറിച്ചാണ് പറയണത്? ഒരു ഭരണകൂടം ഒന്നാകെ അവരെ തൂക്കിലേറ്റ് അല്ലെങ്കിൽ അവരെ വധിക്കുമെന്ന് പറഞ്ഞൊരു സന്ദർഭത്തിൽ എല്ലാവരാലും കൈവിട്ട ഒരു സംഘം ചെറുപ്പക്കാർ, ഇന്നഹും ഫിത്യത്തുൻ ആമനൂ ബിറബ്ബിഹിം, അവരെ ഭരണകൂടം അറസ്റ്റ് ചെയ്തിട്ട് അവരോട് പറഞ്ഞു, വിശ്വാസത്തെ കൈവിട്ടില്ലെങ്കിൽ നിങ്ങളുടെ തലവെട്ടുമെന്ന് പറഞ്ഞ സന്ദർഭത്തിലാണ് ആ ഒരു സംഘം. പക്ഷേ ഇത് ഖാമു വഖാലു റബ്ബുനാ റബ്ബുസ് സമാവാതി വൽ അർള്, ഉറച്ചു നിന്നു വിശ്വാസത്തിൽ. ആ സംഘത്തെ നോക്കിക്കൊണ്ടാണ് അല്ലാഹ് പറഞ്ഞത്, ഇന്നഹും ഫിത്യത്തുൻ ആമനൂ ബിറബ്ബിഹിം ഫസിദ്നാഹും ഹുദാ. ഹിദായത്ത് വർദ്ധിച്ചു. ഞാൻ കൂടുതൽ പോകുന്നില്ല. ഹിദായത്ത് വർദ്ധിക്കുന്നതും അതുപോലെ തന്നെ ഈമാൻ വർദ്ധിക്കുന്നതും വിശുദ്ധ ഖുർആനിലൂടെ നമ്മൾ പഠിച്ചാൽ നമ്മുടെ വിയർപ്പൊഴുക്കുമ്പോൾ മാത്രമാണ്, സമർപ്പിക്കുമ്പോൾ മാത്രമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ തൗബയെക്കുറിച്ച് ഒരു വാക്കുകൂടി പറഞ്ഞോട്ടെ. നമ്മുടെ തൗബ, പശ്ചാത്താപം എന്നൊക്കെ പറഞ്ഞെന്താ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്? കുറേ തെറ്റുകളൊക്കെ ചെയ്തിട്ട് അള്ളാഹിനോട് ഇങ്ങനെ വിലപിക്കുന്നതിനെ കുറിച്ചാണ്. ഞാൻ തൗബയില്ല എന്നല്ല പറയണത്. പക്ഷേ വിശുദ്ധ ഖുർആനിൽ നിന്നാണ് നമ്മൾ തൗബ പഠിക്കുന്നതെങ്കിൽ, വിശുദ്ധ ഖുർആനിൽ സൂറത്തിന്റെ പേരാണ് സൂറത്തു തൗബ. ആ തൗബ ഏതാണ്? ബദറിൽ പങ്കെടുത്ത സഹാബികൾ, ഉഹദിൽ പങ്കെടുത്ത സഹാബികൾ, അഥവാ ഏറ്റവും വലിയ ത്യാഗങ്ങൾ അനുഷ്ഠിച്ചവർ തന്നെ തബൂക്ക് യുദ്ധത്തിന് പോകാൻ അല്പം അമാന്തിച്ചു പോയതിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ പോകാമെന്ന് കരുതി പിന്നീട് പോകാൻ പറ്റാതെ വന്നവരെ കുറിച്ചാണ് ഈ തൗബയെക്കുറിച്ച് അല്ലാഹ് പരിചയം. അഥവാ നിരന്തരം അള്ളാഹിൻ്റെ മാർഗത്തിൽ പണിയെടുത്തുകൊണ്ടിരിക്കുന്നതിനിടെ വന്നു പോകുന്ന സ്ഖലിതങ്ങളെക്കുറിച്ച് മാത്രമാണ് വിശുദ്ധ ഖുർആനിലെ പശ്ചാത്താപം, തൗബ പോലുമുള്ളത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അത് സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു വരുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ ഈ അള്ളാഹിൻ്റെ മാർഗത്തിൽ പണിയെടുക്കുക എന്നുള്ളതാണ് ഹിജറ നമുക്ക് നൽകുന്ന പാഠം. നമ്മുടെ കഴിവുകൾ, സിദ്ധികളൊക്കെ അതിനുവേണ്ടി സമർപ്പിക്കണം എന്നതാണ്. മറ്റൊരു പാഠം നമുക്കതിൽ നിന്ന് കിട്ടുന്നത്, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളുടെ ഹിജറ, അല്ലേ, ഹിജറ എന്ന് പറഞ്ഞാൽ ശരിക്കും യാത്ര എന്നല്ല അർത്ഥം. യാത്രക്ക് അറബിയിൽ സഫർ എന്നാണ് പറയുക. ഹിജറ എന്ന് പറഞ്ഞാൽ ഉപേക്ഷിക്കുക എന്നാണ് അർത്ഥം. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യഥാർത്ഥത്തിൽ എൻ്റെ ഉമ്മത്തിൻ്റെ ഹിജറ, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഫഅയ്യുൽ ഈമാനി അഫ്ളൽ. റസൂൽ ചോദിച്ചു, ഏറ്റവും ശ്രേഷ്ഠമായ ഈമാൻ എന്താണ്? അണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഹിജറ, അത് ഹിജറയാണ്. അപ്പോൾ സഹാബികൾ ചോദിച്ചു, വമൽ ഹിജറ, എന്താണ് റസൂലെ ഹിജറ? പ്രവാചകൻ ഉദ്ദേശിക്കുന്ന ഹിജറ ഏതാണ്? അപ്പോൾ പറഞ്ഞു, അൻ തഹ്ജുറ സുഅ, നീ പാപങ്ങളെ കൈയൊഴിക്കലാണ്. നമ്മൾ ആദ്യം ചെയ്യേണ്ട ഹിജറ നമ്മുടെ ജീവിതത്തിൽ നിന്നുള്ള രഹസ്യമാവട്ടെ പരസ്യമാവട്ടെ പാപങ്ങളെ കൈയൊഴിക്കലാണ്, അല്ലേ? അതാണ് ഏറ്റവും വലിയ ഹിജറ. സുബഹി നമസ്കാരം, അല്ലേ, തണുത്ത് സമയത്തും നമ്മുടെ ഉറക്കം ത്യജിക്കാനാവുന്നില്ലെങ്കിൽ ഒരു ഹിജറയെക്കുറിച്ചും പിന്നെ നമ്മൾ ചർച്ച ചെയ്യുന്നതിൽ അർത്ഥമില്ല, അല്ലേ? പണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ട, ഒരു ആളിങ്ങനെ ഒരു ഉസ്താദ് ദാനധർമ്മത്തെക്കുറിച്ച് ഇങ്ങനെ പ്രസംഗിച്ച്, അപ്പം അദ്ദേഹം ചോദിച്ച്, നിങ്ങളുടെ വീട്ടിൽ 2 ഒട്ടകം ഉണ്ടെങ്കിൽ ഒരു ഒട്ടകത്തിനെ ദാനം ചെയ്യുമോ? അപ്പോൾ എല്ലാവരും കൈവക്കി കൊടുക്കാം. പിന്നെ ചോദിച്ച്, 2 പശുക്കളുണ്ടെങ്കിൽ ഒരു പശുവിനെ കൊടുക്കുമോ? അപ്പോഴെല്ലാവരും കൈവക്കി. എന്നാൽ മൂന്നാമത് ചോദിച്ചത്, ശരി, ഒന്നും വേണ്ട, 2 കോഴി ഉണ്ടെങ്കിൽ ഒരു കോഴീനെ കൊടുക്കുമെന്ന് വെച്ചപ്പോണ്ട് ആരും കൈവക്കണില്ല.
അപ്പോൾ ചോദിച്ചെന്ന് ചോദിച്ചപ്പോൾ അത് ഞങ്ങളുടെ വീട്ടിലുണ്ട്, അത് കൊടുക്കുമെന്നാൽ കൊടുക്കേണ്ടി വരും. ഈ ഒരവസ്ഥയല്ല ഞാൻ പറയണത്. നമുക്ക് സാധ്യമാകുന്നിടത്ത് നമ്മൾ ദാനം ചെയ്യുമ്പോഴാണ്, അല്ലെങ്കിൽ ത്യജിക്കുമ്പോഴാണ് നമുക്കിതിന് അർഹതയുള്ളത്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മുടെ പാപങ്ങൾ, തിന്മകൾ ജീവിതത്തിൽ നിന്ന് മുറിച്ച് കളയുക എന്നുള്ളത്. അങ്ങനെ വിശുദ്ധരായി തീരുമ്പോഴാണ് ഹിജറക്ക് പോലും നമ്മൾ യോഗ്യരായി തീരുന്നത് എന്നുകൂടി നമ്മൾ തിരിച്ചറിയണം. പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. പടച്ചതമ്പുരാൻ ആ അർത്ഥത്തിൽ ഹിജറയുടെ നല്ല നല്ല പാഠങ്ങൾ സ്വാംശീകരിക്കുവാനും അത് ജീവിതത്തിൽ ഉടനീളം കൊണ്ടു നടക്കുവാനും, അങ്ങനെ ആ പ്രവാചകനും അനുചരന്മാരൊക്കെ സംഗമിക്കുന്ന സ്വർഗത്തിൽ നമുക്കും സംഗമിക്കാനും അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പടച്ചതമ്പുരാൻ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ പ്രിയപ്പെട്ടവർക്കെല്ലാം അള്ളാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിവിധ രോഗങ്ങളാൽ പ്രയാസപ്പെടുന്ന സഹോദരന്മാർ, സഹോദരിമാർ, അവർക്ക് അള്ളാഹു രോഗശമനം നൽകി ആരോഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മറ്റു പലവിധ ഞെരുക്കങ്ങളിലും പ്രയാസങ്ങളിലൊക്കെയുള്ള സഹോദരന്മാർ, സഹോദരിമാർ, പടച്ചതമ്പുരാൻ അവർക്കൊക്കെയും നമുക്കൊക്കെയും അള്ളാഹു സ്വസ്ഥതയും സുസ്ഥിതിയും നൽകി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമുർ റഹീമീൻ. അസ്സലാമു അലൈക്കും.